സ്ഥാനാർത്ഥിക്കൊപ്പം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ മോഹൻദാസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്, കുന്നംകുളം റോഡ്, ഓട്ടുപാറ, വടക്കാഞ്ചേരി. എനി ടൈം ന്യൂസിൻ്റെ സ്ഥാനാർത്ഥിയോടൊപ്പം ഇന്ന് പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് വടക്കാഞ്ചേരി നഗരസഭയുടെ കരുതക്കാട് ഡിവിഷനിലെ സ്ഥാനാർത്ഥിയായ ആസാദ് ഖായുടെ ഒപ്പമാണ്. ആസാദ് ഖാ, നമസ്കാരം. എനി ടൈം ന്യൂസിലേക്ക് സ്വാഗതം. എനി ടൈംസ് ന്യൂസിന് എൻ്റെ സ്വാഗതം. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ആസാദ് ഖാ മൂന്നാം തവണയും നഗരസഭയിലേക്ക് മത്സരിക്കുകയാണ്. അപ്പോൾ ജനങ്ങളുടെ ഒരു പ്രതികരണം എങ്ങനെയാണ്? ജനങ്ങൾക്ക് നല്ല പ്രതികരണമാണുള്ളത്. അനുഭവ സമ്പത്താണല്ലോ ഇതിൻ്റെയൊക്കെ മുഖ്യ ധാരയിലേക്ക് എത്തേണ്ടത്. മൂന്നാം തവണയാണ് 2015 ഇതേ വാർഡിലായിരുന്നു ഞാൻ മത്സരിക്കുകയും ജയിക്കുകയും ചെയ്തത്. കുറച്ച് വോട്ടുകൾ ഒരു പഴയതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു 400 വോട്ടുകളോളം, 1100 വോട്ടുണ്ടായിരുന്ന വോട്ടർമാർ 1509 വോട്ട് ആയിട്ടാണ് നിൽക്കുന്നത്. 400 വോട്ടുകൾ വർദ്ധിച്ചിട്ടുണ്ട് ഈ വാർഡ്. ഈ വാർഡിനെ സംബന്ധിച്ച് ഒരുപാട് ചെറിയ കാര്യങ്ങളുള്ളൂ. വാർഡ് നല്ല രീതിയിൽ എൻ്റെ കാലഘട്ടത്തിൽ ഞാൻ പഞ്ചായത്ത് പ്രസിഡൻ്റായിരിക്കുമ്പോൾ 1988 നിന്ന് 90 പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ തന്നെ ഈ വാർഡിൻ്റെ എല്ലാ മുക്കും മൂലകളിലുമുള്ള കാര്യമായ എല്ലാ സൗകര്യങ്ങളും ചെയ്ത് നല്ലൊരു വികസനം കാഴ്ചവെക്കാൻ ആ കാലഘട്ടത്തിൽ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പുതിയ കാലഘട്ടത്തിലെ പുതിയ ആവശ്യങ്ങളുള്ള ഒരു സാഹചര്യമാണ്. ആ സാഹചര്യത്തിനനുസൃതമായ പ്രവൃത്തിയാണ് എന്നെ സംബന്ധിച്ച് ജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനം എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുക. ആ പ്രവർത്തനം ജനങ്ങൾ ഉൾക്കൊള്ളുന്നു. ഞാൻ പ്രവർത്തിച്ചത് എൻ്റെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ജനങ്ങളോടൊപ്പം നിന്ന് ജനങ്ങളോടൊപ്പം സഞ്ചരിച്ച് പോകുന്ന ഒരു സ്വഭാവമാണ് എന്നെ സംബന്ധിച്ചുള്ളത്. ആ ജനങ്ങളത് ചിലരിപ്പോൾ കളിയാക്കുന്ന രീതിയിലൊക്കെ ചിലർ കാണുന്നുണ്ട്. പ്രായമായില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പ്രായമായി എന്ന് ചോദിക്കുമ്പോൾ ഈ ഇടതുപക്ഷത്തിലെ ആളുകളുടെ പ്രായമൊന്നും നമ്മൾ പരിശോധിക്കണം. അപ്പൊ അതൊന്നും ഒരു ശരിയല്ല. എന്നെ സംബന്ധിച്ച് ഞാൻ നിൽക്കേണ്ട സാഹചര്യം ഉണ്ടായത് ഈ നഗരസഭ കഴിഞ്ഞ 10 വർഷക്കാലമായി വികസനം കാഴ്ചവെച്ചുകൊണ്ട് വികസനങ്ങളുടെ പേര് പറഞ്ഞ് കൊള്ളയടിക്കുന്ന, സ്വജനപക്ഷപാതം നടത്തിക്കൊണ്ടിരിക്കുന്ന, അഴിമതികളുടെ കൂത്തരങ്ങായി മാറിയ ഈ നഗരസഭയെ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി തിരിച്ചു പിടിക്കാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമത്തിൻ്റെ ഭാഗമാണ് ഞാൻ ഇത്തവണ മത്സര രംഗത്ത് വരാനുണ്ടായ സാഹചര്യം. എന്നെ സംബന്ധിച്ച് എൻ്റെ ജനങ്ങൾ എന്നോടൊപ്പം എപ്പോഴും ഉണ്ടാവും. എന്നെ ജനങ്ങളാണ് സ്നേഹിക്കുന്നത്, ഞാൻ ജനങ്ങളെയുമാണ് സ്നേഹിക്കുന്നത്. രാഷ്ട്രീയ പ്രവർത്തനത്തിലും മെമ്പറായാലും കൗൺസിലറായാലും ജനങ്ങളോടൊപ്പം നിന്ന് സഞ്ചരിക്കുന്ന ഒരു സ്വഭാവമാണ് എന്നെ സംബന്ധിച്ച്. ജനങ്ങൾക്ക് അങ്ങോട്ട് പോയി കാര്യങ്ങൾ പറഞ്ഞ് ഇങ്ങോട്ട് വരുന്നതിനേക്കാൾ കൂടുതൽ അങ്ങോട്ട് പോയി പറഞ്ഞ് കാര്യങ്ങളെ ധരിപ്പിക്കുന്നത് കൊണ്ട് ജനങ്ങൾ എന്നെ എന്നും സ്നേഹിക്കുകയും സ്നേഹം തരിക എന്നുള്ളത് അവർ 5 കൊല്ലം കൂടുമ്പോൾ അവരവരുടേതായ സമയം വരുമ്പോൾ അത് എനിക്ക് ഒരു തുറന്ന പുസ്തകമായി 5 വർഷം കഴിയുമ്പോൾ അവരെനിക്ക് തരുന്നത് വോട്ടാണ്. ആ വോട്ടിലൂടെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. താങ്കൾ ഇപ്പോൾ നിലവിലുള്ള നഗരസഭയിൽ പ്രതിപക്ഷ നേതാവ് കൂടിയാണ്. അപ്പോൾ വികസന കാഴ്ചപ്പാട് എങ്ങനെയാണ്? ഞാൻ ഈ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ 5 മാസങ്ങളാണ് ഞാൻ പ്രതിപക്ഷത്തിൽ വന്നത്. ഒരു യാദൃശ്യമായ ഒരു ഇതിന്റെ പേരിൽ ഞാനൊരു താല്പര്യം ഉണ്ടായിരുന്ന ആളല്ല. ഞാൻ അങ്ങനെ എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹങ്ങളില്ലാത്ത ആളാണ്. അങ്ങനെ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ എങ്ങോട്ടോ എവിടേക്കോ പോകാമായിരുന്നു. ഞാൻ അതിനൊന്നും പോയില്ല. എൻ്റെ ജനങ്ങളെ വിട്ടിട്ട് ഞാൻ പോകുന്ന ഒരു സ്വഭാവം എനിക്കില്ല. എനിക്ക് ലോക്കൽ പ്രാദേശികമായുള്ള ഒരു ജനബന്ധമാണ് എന്നെ സംബന്ധിച്ചത്. വികസന കാഴ്ചപ്പാട് വടക്കാൻ ഈ നഗരസഭയിലെ ഈ വാർഡിൽ ഒരുപാട് വികസനങ്ങൾ ആവശ്യമുള്ളതായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ചെറിയ പോരായ്മകളല്ല, ചെറുതായിട്ടുണ്ട്. പുതിയ ചെറിയ പാവങ്ങളെ സംബന്ധിച്ച് മാക്കാടിക്കുന്ന് കോളനിയിൽ നിന്ന് ഈ മെയിൻ റോഡ്, ഷൊർണൂർ തൃശ്ശൂർ മെയിൻ റോഡിലേക്ക് ഒരു വാഹനം പോകാവുന്ന ഒരു എളുപ്പ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു 2 കിലോമീറ്റർ, ഒരു 1.5 കിലോമീറ്റർ ചുറ്റി വരുന്നതിന് പകരമായി അതിനൊരു മുൻഗണന ഞാൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. അതോടൊപ്പം തന്നെ കഴിഞ്ഞ കൗൺസിലർ കുടിവെള്ളത്തിന്റെ കാര്യത്തിൽ വെച്ചിട്ടുണ്ട്. പൈസ വെച്ച് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള വർക്കുകളുണ്ട്. അത് തുടർന്ന് പൂർത്തിയാക്കാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമം ഞാൻ നടത്തും. വികസനം പിന്നെ ഒരു മെയിൻ റോഡാണ്, പൊതു റോഡുകളാണ്. എല്ലാ റോഡുകളും സഞ്ചാര സൗകര്യമുള്ള റോഡുകളാക്കി മാറ്റാൻ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ എനിക്ക് മുന്നുണ്ടായിരുന്ന കൗൺസിലർ, എൻ്റെ UDF കൗൺസിലറാണ്, അവരൊക്കെ അതിന് ശ്രമിച്ചിട്ടുണ്ട്. അതൊന്നും അവിടെ ആ കാര്യങ്ങളൊന്നും പോരായ്മ, ചെറിയ പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ചുകൊണ്ട് ഈ ജനങ്ങൾക്ക് എന്താണ് ആവശ്യമെങ്കിൽ ആ ജനങ്ങളുടെ ആവശ്യങ്ങൾക്കോടൊപ്പം വികസന രംഗത്ത് കാഴ്ചവെക്കാൻ ഈ ഡിവിഷനിൽ സാധിക്കും. മറിച്ച് നഗരസഭ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കൈകളിലേക്കാണ് വരികയെങ്കിൽ ഒരുപാട് അവഗണിക്കപ്പെട്ട, പല പക്ഷപാതപരമായി പെരുമാറിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ മുൻപ് നിന്ന എൻ്റെ ഡിവിഷൻ
8 ഡിവിഷനാണ് കഴിഞ്ഞത്. ഈ ടൈമിന്റെ എട്ടാം ഡിവിഷനാണ്. 8ാം ഡിവിഷനിൽ ആവശ്യമായ സഹായങ്ങൾ ലഭിക്കാതെ വന്നതിന്റെ ദുരിതഫലമായി പല പദ്ധതികളെയും നമുക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ട് പാവപ്പെട്ട റോഡുകൾ അവരുടെ ഏറ്റവും ആവശ്യമായ അടിസ്ഥാന സൗകര്യമായ റോഡുകളിലെ അറ്റകുറ്റപ്പണികൾക്ക് പോലും ഈ കഴിഞ്ഞ നഗരസഭ 5 വർഷക്കാലമായിട്ട് ആകെ ഒരു 40 ലക്ഷം രൂപയാണ് ഇന്ന് വരെ അനുവദിച്ചിട്ടുള്ളത്. ആ 40 ലക്ഷം രൂപ അനുവദിക്കപ്പെടുമ്പോൾ 21 റോഡുണ്ട്. 21 ചെറിയ റോഡുകൾ, 50 മീറ്റർ നീളത്തിലും 100 മീറ്റർ നീളത്തിലുമുള്ള ചെറിയ റോഡുകൾ. അതിനപ്പുറം 3 കിലോമീറ്ററും 2.5 കിലോമീറ്ററും വരുന്ന 8 മീറ്റർ വീതിയുള്ള റോഡ്. ആ റോഡുകൾ പോലും പൂർത്തിയാക്കാൻ കഴിയാത്തൊരു സ്ഥിതിയുണ്ട്. പൈസ വെച്ചിട്ടുണ്ട്. ഇപ്പൊ അവിടുത്തെ റോഡിന് തന്നെ ചരപ്പറമ്പ് റോഡ് ഒരു 9.25 ലക്ഷം രൂപ വെച്ചിട്ട് കഴിഞ്ഞ ആഗസ്റ്റ് മാസത്തിൽ ടെൻഡർ കഴിഞ്ഞിട്ടുള്ളതാണ്. ആ ആഗസ്റ്റ് മാസത്തിൽ കഴിഞ്ഞ ടെൻഡർ പോലും മഴ കഴിയട്ടെ എന്നാണ്. കാരണം നമുക്ക് ചെയ്യാൻ കഴിയില്ല, ടെൻഡറിൽ കൊടുക്കാൻ കഴിയുള്ളൂ. മഴ കഴിഞ്ഞിട്ട് ഇപ്പോഴും മഴ കഴിഞ്ഞ് നവംബർ 15 തീയതി കഴിഞ്ഞ റോഡ് പണി തുടങ്ങാമെന്ന് പറഞ്ഞിട്ട് പോലും അത് തുടങ്ങാൻ ഈ നഗരസഭയ്ക്ക് സാധിച്ചിട്ടില്ല. അതിന്റെ ഒരു വിഷമം എന്നെ സംബന്ധിച്ചിട്ടുണ്ട്. അത് മാനസികമായി ഞാൻ ജനങ്ങൾക്ക് വാക്ക് കൊടുത്ത ഒരു വർക്കാണ്. 3-4 റോഡുകൾക്ക് 15 ലക്ഷം രൂപയുടെ പദ്ധതികൾ പൂർത്തിയാകാനുണ്ട്. ആരംഭിക്കാൻ എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇനി ചട്ടങ്ങൾ വന്നതുകൊണ്ട് അതിനൊരു ചെറിയ ബ്രേക്ക് ഉണ്ടായി എന്നതല്ലാതെ അത് പൂർത്തിയാക്കാൻ കഴിയും. അപ്പോൾ അവിടെയും പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ കഴിയും. അതുപോലെ തന്നെ ആ കോളനിയെയും റെയിൽവേ സ്റ്റേഷനെയും ബന്ധിപ്പിക്കുന്ന ഒരു ഫുട് ഓവർ ബ്രിഡ്ജ് നിർബന്ധമാണ്, വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. ആരാ നിർവഹിക്കേണ്ടത്? ഒന്നുകിൽ നഗരസഭ കൊടുക്കണം, ഡെപ്പോസിറ്റ് വർക്കാണ്, അല്ലെങ്കിൽ MLA കൊടുക്കണം, അല്ലെങ്കിൽ MP കൊടുക്കണം. ഇവർ കൊടുക്കാതെ ഞങ്ങൾ ഒരു കൗൺസിലർക്കൊന്നും കൊടുക്കാൻ കഴിയില്ല. അവരതിനടിസ്ഥാനപരമായ ആ സാഹചര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും അതൊരു വലിയൊരു ഗുണകരമാണ്. പാവപ്പെട്ട വിദ്യാർത്ഥികൾ, ഒട്ടനവധി വിദ്യാർത്ഥികൾ റെയിൽ ക്രോസ് ചെയ്തു വരുന്നതിൻ്റെ അപകടങ്ങളെ നമുക്ക് മുന്നിൽ കണ്ടുകൊണ്ട് പരിഹരിക്കാൻ കഴിയുന്ന ഒരു പ്രവൃത്തിക്ക് മുൻതൂക്കം കൊടുക്കും. അത് ആ വാർഡാണെങ്കിലും ഈ വാർഡാണെങ്കിലും അതിനെ സംയോജിച്ച് കൊണ്ട് കഴിയും. ഇപ്പോൾ 10 വർഷക്കാലമായി ഞാനിപ്പോൾ ഡിവിഷനിൽ മത്സരിക്കാൻ പോകുന്ന 25ാം ഡിവിഷനിൽ പാർലിക്ക പത്താങ്കല്ല് മുതൽ അകമല വരെയുള്ള ബൈപ്പാസ് എങ്ങും എത്താതെ നിൽക്കുകയാണ്. സ്ഥലം തന്നെ ഏറ്റെടുത്തിട്ടുണ്ടോ? കുറെ ഇത് സ്കെച്ച് ഇട്ടുണ്ട്, നല്ല സ്ഥലം ഏറ്റെടുത്തായിട്ട് അറിയാൻ കഴിഞ്ഞു. ഇപ്പൊ മണ്ണ് പരിശോധനയും റെയിൽവേക്കാരുടെ പരിശോധനയുമായിട്ട് അങ്ങനെ ഒരു 10 വർഷക്കാലമായിട്ട് നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ആർക്ക്? ഈ നഗരസഭയ്ക്കോ ഈ ഭരണകൂടത്തിനോ കഴിഞ്ഞിട്ടില്ല. അതിന് മുൻതൂക്കം കൊടുത്തതിന് അതിന്റെ നടപടികൾ, അതിന്റെ തടസ്സങ്ങൾ, സാങ്കേതിക തടസ്സങ്ങൾ എവിടെയെന്ന് വെച്ച് പരിഹരിച്ചുകൊണ്ട് ആ ഒരു ബൈപ്പാസ് റോഡിന്റെ ആരംഭത്തിന് വേണ്ടിയുള്ള ഒരു വലിയൊരു ശ്രമം എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ ഇപ്പോഴത്തെ ഭരണം മാറി UDF വരും എന്ന ഒരു കാഴ്ചപ്പാട് ഉണ്ടോ? എങ്ങനെയാണ് അതിന്റെ? തീർച്ചയായും ഈ നഗരസഭ കോൺഗ്രസ് ഉണ്ടാക്കിയ നഗരസഭയായിരുന്നു. പക്ഷെ മറിച്ച് അതൊരു യാദൃശ്ചിക സംഭവവികാസം കൊണ്ട് കോൺഗ്രസിന് 2 തവണ നഷ്ടപ്പെട്ടു, ഐക്യമുന്നണിക്ക് 2 തവണ നഷ്ടപ്പെട്ടു. തീർച്ചയായും ഈ നഗരസഭ ഈ തവണത്തെ തെരഞ്ഞെടുപ്പിൽ ബഹുഭൂരിപക്ഷം ഡിവിഷനുകളിലും മുണ്ടത്തിക്കോടിന്റെയും വടക്കാഞ്ചേരിയുടെയും 42 ഡിവിഷനുകളിൽ ബഹുഭൂരിപക്ഷം ഡിവിഷനുകളും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ ജയിച്ചു വന്ന് ഭരണം പിടിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ഈ കുപ്രസിദ്ധമായ ചില വിവാദ വിഷയങ്ങൾ, ഈ ഇടതുപക്ഷത്തെ കുറിച്ച് അവരുടെ നയപരമായ കാര്യങ്ങൾ പോലും നമുക്ക് മനസ്സിലായി. ഞാനത് പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഒരുപാട് വിഷയങ്ങളുണ്ട്. അങ്ങനെയുള്ള ഈ UDFന്റെ സ്ഥാനാർത്ഥി പട്ടിക വളരെ നല്ല രീതിയിൽ ഒരു തർക്കങ്ങളുമില്ലാതെ പരിഹരിക്കപ്പെട്ട ഒരു ഡിവിഷനിൽ മാത്രമാണ് ചെറിയ ഒരു വിഷയം ഉണ്ടായിട്ടുള്ളൂ. ബാക്കി എല്ലാ സ്ഥലത്തും പരിഹരിക്കപ്പെട്ടുകൊണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. സാമ്പത്തികമായിട്ടുള്ള ഒരു പ്രയാസങ്ങൾ ഞങ്ങളുടെ തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾക്ക് ബാധിക്കുന്നുണ്ട്. കാരണം ഞങ്ങളൊന്നും പൈസയൊന്നും കിട്ടില്ല. ആളുകളോട് പൈസ ഇല്ലാത്തൊരു സാഹചര്യം, സാമ്പത്തികമായി വളരെ വിഷമതകൾ അനുഭവിക്കുന്ന ഒരു സമയത്ത് ഞങ്ങൾക്കൊന്നും സഹായിക്കുന്ന മുതലാളിമാരും ആരുമില്ല. കൊള്ളക്കാരും അവരുടെയും മറ്റൊരു കാശ് ഞങ്ങൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പാവപ്പെട്ടവരുടെ ജനത്തിന്റെ വോട്ടുകൾ വാങ്ങിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്ന ലക്ഷ്യത്തോടു കൂടി ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും. ഇതുവരെ നമ്മുടെ ഈ വാർഡില് ഒരുവിധം എല്ലാ വീടുകളും കവർ ചെയ്തിട്ടുണ്ടാവും. ഒരു 90% വീടുകൾ. ഈ ജനങ്ങളുടെ പ്രതികരണം എങ്ങനെയാണ്? ജനങ്ങൾ പ്രതികരിക്കാൻ മാറ്റം ആഗ്രഹിക്കുന്നുണ്ടോ? ഭരണമാറ്റം അവർ ആഗ്രഹിക്കുന്നു. ഈ നഗരസഭയുടെ ഭരണമാറ്റത്തെ എല്ലാവരും സ്വാഗതം ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. ചില ആളുകൾ ചിലപ്പോൾ അടിമകളായ ചില ആളുകൾ പറയുന്നല്ല, അടിമകളായ ചിലവർ ഇടതുപക്ഷത്തിന്റെ അടിമകളായിട്ടുള്ള അതിനുമായി അതീവ ഗുരുതരമായ ആ പാർട്ടി ബന്ധമുള്ള ആളുകൾ പറയുന്നത് ഒഴിച്ച് നിഷ്പക്ഷവാദികൾ
ഈ ഭരണത്തെ മാറ്റി കൊണ്ടുവരണം എന്നുള്ള വലിയ ആഗ്രഹത്തിലാണ് നമ്മുടെ ഓരോ ഡിവിഷനിലേക്കും പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ വോട്ടർമാരോട് പ്രത്യേകിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? എൻ്റെ വോട്ടർമാരോട് എനിക്ക് പറയാനുള്ളത് വോട്ട് ചെയ്ത് എന്നെ വിജയിപ്പിക്കണം എന്നുള്ള റിക്വസ്റ്റാണ് എനിക്ക് ആദ്യമുള്ളത്. അവരെ എന്നെ അറിയാൻ കഴിയും. എൻ്റെ മടിക്കെട്ട് കുത്ത് ഒരു കനവുമില്ലാത്ത ആളാണ്. ആരെയും ഒരു കാര്യത്തിനും ഒരു ഉപദ്രവം ചെയ്യുന്ന ഒരു സ്വഭാവം എന്നെ സംബന്ധിച്ചില്ല. ജനങ്ങളാണ് എൻ്റെ വിജയത്തിൻ്റെ ശില്പികൾ. അവരെയാണ് ഞാൻ ബഹുമാനിക്കുന്നതും വലിയവരെ ഞാൻ ബഹുമാനിക്കും. വലിയ നേതാവാകാരം ബഹുമാനിക്കുന്ന കൂടുതൽ പാവപ്പെട്ട ജനങ്ങളോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞ സഞ്ചരിച്ചു കൊണ്ടുള്ള പ്രയാസം അത് അവർക്ക് എന്നെ പറ്റി അറിയാം. ജനങ്ങൾക്ക് എന്നെ വലിയ വിശ്വാസമുള്ളൊരു ആളാണ്. ആ വിശ്വാസം അവർ നിലനിർത്തിക്കൊണ്ട് എന്നെ തീർച്ചയായും വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയം. അത് ജനങ്ങളുടെ പങ്കാളിത്തമാണ് ആവശ്യം. കുതന്ത്രങ്ങൾ, ഈ രാഷ്ട്രീയ കുതന്ത്രങ്ങൾ ഞാൻ മത്സരിക്കുന്നത് എന്തിനാണെന്ന് ചില ഇടതുപക്ഷ ആളുകൾ ചില ചോദിച്ചു വിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തിനു വേണ്ടിയെന്ന് ചോദിച്ചാൽ ഈ നഗരസഭയെ തിരിച്ചു പിടിക്കാനും ഒരു പക്വതയുള്ള ഒരു ഭരണ സംവിധാനത്തിന് നേതൃത്വം കൊടുക്കുക എന്ന രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട്. നേതൃത്വം കൊടുക്കുക ഞാൻ ചെയർമാൻ ആകില്ല, നേതൃത്വ ലക്ഷ്യത്തിൽ മുന്നിൽ ഉണ്ടാകണം എന്ന നയപരമായ ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിക്കാൻ തീരുമാനിച്ചത്. ആ മത്സര രംഗത്തുണ്ടാകുന്ന വിജയം ഈ നഗരസഭയിലെ ജനങ്ങൾക്കുള്ള വിജയമാണ്. ജനങ്ങളാണ് ആ വിജയം ആഘോഷിക്കപ്പെടാൻ പോകുന്നതെന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. സ്ഥാനാർത്ഥിക്കൊപ്പം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ മോഹൻദാസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്, കുന്നംകുളം റോഡ്, ഓട്ടുപാറ, വടക്കാഞ്ചേരി.